നാം ഇങ്ങനെയാണ് അവിടെ വായിച്ചത്. അവൻ യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുകയിൽ ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിൽ കൂടെ കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുന്നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവനെ എതിർപ്പെട്ടു. അകലെ നിന്നുകൊണ്ട്, യേശു നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ അവരെ കണ്ടിട്ട്, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിക്കുവീൻ എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. നോക്കണമേ ദൈവത്തിൻ്റെ പൈതലേ, ഹല്ലേലൂയ. ദൈവവചനം പറയുകയാണ്, ഹല്ലേലൂയ. യേശു പറഞ്ഞു, ഹല്ലേലൂയ, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിക്കുവേൻ. ആമേൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമുക്കറിയാം, ഹല്ലേലൂയ, ആമേൻ, ആ നാളുകളിൽ കുഷ്ഠരോഗികൾക്ക്, ഹല്ലേലൂയ, തിരുവാലയത്തിൽ കടക്കുവാൻ കഴിയത്തില്ല ദൈവ പൈതലേ. ആമേൻ. ഇവരെ കണ്ടാൽ അശുദ്ധൻ എന്ന് പറയുന്നവര്, ആമേൻ, അനുഭവമുണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ യേശു പറയുകയാണ്, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ വെളിപ്പെടുത്തുവീനെന്ന് പറയുന്ന ഒരു അനുഭവം. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, നാം എത്രയോ ഘട്ടം, ഹല്ലേലൂയ, രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു, ബന്ധനത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു. ആമേൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മെ ചുറ്റിയിരുന്ന, ഹല്ലേലൂയ, സകല പ്രതികൂലങ്ങളുടെ നടുവിൽ നാം പല ഘട്ടങ്ങളിൽ, ഹല്ലേലൂയ, വിടുതൽ പ്രാപിക്കുവാനിടയായി. ഹല്ലേലൂയ. അതിനൊത്തവണ്ണം വരെ നന്ദി അർപ്പിക്കുവാൻ കഴിയാതെ വണ്ണം നാം പോയി വരുന്ന മേഖലകൾ പലതുണ്ടല്ലോ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ്, ആമേൻ, തട്ടി ഉണർത്തുന്ന ഒരു പകലാണ്. ആമേൻ. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ നടത്തിയ വിധങ്ങളെ ഒന്നുകൂടെ ഈ പകൽക്കാലം നിങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയുമോ? ആമേൻ. ദൈവം നിങ്ങൾക്ക് ചെയ്ത ഉപകാരങ്ങളെ, ഹല്ലേലൂയ, ദൈവ സന്നിധിയിൽ ഒന്ന് നന്ദി പറയുവാൻ നിങ്ങൾക്ക് കഴിയുമോ? ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കഴിയുമെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവനാമം നിങ്ങളുടെ മേൽ മഹത്വപ്പെടുവാനിടയായി തീരും. യേശുവേ, നന്ദിയോടെ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവേ, അങ്ങേ പുകഴ്ത്തുകയാണ്, അങ്ങേ വാഴ്ത്തുകയാണ്, അങ്ങേ സ്തുതിക്കുകയാണ് രാജാവേ. യേശുവിന്റെ നാമം ജയമെടുക്കട്ടെ. യേശുവേ, നന്ദി രാജാവേ, നന്ദി രാജാവേ, നന്ദി കർത്താവേ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. വചനം പറയുന്നു, ഹല്ലേലൂയ, ആമേൻ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിക്കുവേനെന്ന് പറഞ്ഞു. പോകുകയിൽ തന്നെ അവർ, ആമേൻ, ശുദ്ധരായി തീർന്നു. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ടിട്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്നവന്റെ കാൽക്കൽ കവിണ് വീണു. അവന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. നോക്കണമേ ദൈവത്തിന്റെ പൈതലേ, പോകുകയിൽ തന്നെ, ആമേൻ, അവർ വഴിയിൽ വെച്ച്, ആമേൻ, അവർ ശുദ്ധരായി തീരുവാനിടയായി, അവർ വിടുവിക്കപ്പെടുവാനിടയായി. എന്നാൽ വഴിയിൽ വെച്ച്, ആമേൻ, വിടുതൽ പ്രാപിച്ച ഒരുവൻ മാത്രം, ഹല്ലേലൂയ, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്ന് ദൈവം ചെയ്ത ഉപകാരത്തെ, ആമേൻ, നന്ദി പറയുന്നതായി നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ഈ നാളുകളിൽ നാം ഒന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ എത്രയോ പേർ സൗഖ്യമായി പോയി, എത്രയോ പേർ വിടുവിക്കപ്പെട്ടു. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആർക്കെങ്കിലും മടങ്ങി വന്ന് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ മനസ്സുണ്ടോ ദൈവമക്കളെ? ഹല്ലേലൂയ. ഒന്ന് തിരിഞ്ഞു നോക്കിയാട്ട്. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിലെ ശുശ്രൂഷയിൽ വിടുവിക്കപ്പെട്ടവർ അനേകർ. ആമേൻ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ബന്ധനത്തിൽ നിന്ന് മോചിക്കപ്പെട്ടവർ അനേകർ, രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവർ അനേകർ. ഹല്ലേലൂയ. എങ്കിലോ, ഹല്ലേലൂയ, നന്ദി പറയുവാൻ കടന്നു വന്നത് ഒരുവൻ മാത്രമെന്ന് വിശുദ്ധ വേദ പുസ്തകം ഇന്ന് പകൽക്കാലം നമ്മെ നോക്കി വിളിച്ചു പറയുക. ഹല്ലേലൂയ. എത്ര പേരുണ്ട്, ഹല്ലേലൂയ, ദൈവത്തെ മടങ്ങി വന്നു നന്ദി പറയുവാൻ, ദൈവത്തെ മടങ്ങി വന്ന ഒരു, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം അർപ്പിക്കുവാൻ, സ്തുതി പറയുവാൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഞാൻ നാൾതോറും വർണ്ണിക്കും. ഹല്ലേലൂയ. ആമേൻ. ഞാൻ സകല ജനവും കാണുകെ, ആമേൻ, രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമത്തെ വിളിച്ചു ഘോഷിക്കുമെന്ന് 116-ാം സങ്കീർത്തനത്തിൽ വിളിച്ചു പറയുന്നു. ആമേൻ. ഈ നാളുകൾ, ഹല്ലേലൂയ, ദൈവത്തെ നന്ദി പറയുന്നതിനൊത്തവണ്ണ ദൈവം നമ്മുടെ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ജീവിത പടകിനെ അവൻ അനുഗ്രഹിച്ചു കൊണ്ടേയിരിക്കും. മേൽക്കുമേൽ അവൻ വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കും.
നമ്മുടെ എല്ലാ വഴികളിലും ആ ദൈവ സാന്നിധ്യം നമ്മോടൊപ്പം കൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. ഒരു കഷ്ടം വന്നാൽ, ഒരു ഹല്ലേലൂയ ശോധന വന്നാൽ, ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, നാം വിശുദ്ധ ദിനം എഴുന്നേറ്റ് നിന്ന് ആ കഷ്ടതയെ മാത്രം മുൻനിർത്തി പറയുന്നവരായി തീരുന്ന ഒരു അനുഭവം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അനേക യൗവന തലമുറകൾ, അനേക പിഞ്ചു മക്കൾ ഈ നാളുകളിൽ ഹല്ലേലൂയ പലവിധമാകുന്ന രോഗങ്ങളിലും ആപത്തുകളിലും അനർത്ഥങ്ങളിലും കുടുങ്ങി ആമേൻ ഒരിറ്റ് വെള്ളം പോലും കുടിച്ചിറക്കുവാൻ കഴിയാതെ വണ്ണം ആമേൻ വലഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ വാർദ്ധക്യ സഹജത്തിലായിരിക്കുന്നവരെ പോലെ ദൈവം ഈ നാളുകളിൽ അത് പുഷ്ടിയോടെ ബലത്തോടെ കൂടെ നിർത്തിയിരിക്കുന്ന വിധത്തെ ഓർത്തുകൊണ്ട് ഈ നാളുകളിൽ നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുമോ? ദൈവ പൈതലേ, ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ഇത് ദൈവം നടത്തിയ വിധമാണെന്ന് ഒന്ന് ഓർക്കുവാൻ കഴിയുമോ? ഇത് ദൈവം ചെയ്ത ഉപകാരമാണ് എന്ന് നിങ്ങൾക്കൊരു നന്ദി പറയുവാൻ കഴിയുമോ? യേശുവേ രാജാവേ, ഇന്ന് പകൽ തന്റെ മക്കളുടെ മേലുള്ള ഹല്ലേലൂയ എല്ലാ നിരാശ തലങ്ങളെ മാറ്റി ദൈവം കൊടുത്തിരിക്കുന്ന വിടുതലുകൾക്കായി, സൗഖ്യങ്ങൾക്കായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുകയാണ്, ഞങ്ങളങ്ങേ വാഴ്ത്തുകയാണ്, ഞങ്ങളങ്ങേ സ്തോത്രം ചെയ്യാണ്. അപ്പനെ ഹല്ലേലൂയ. ഇവിടെ വചനം പഠിപ്പിക്കുന്നു ഹല്ലേലൂയ. അവന് നന്ദി പറഞ്ഞു. അവനോ ശമരിയക്കാരനായിരുന്നു. ആമേൻ ശമരിയക്കാരനായിരുന്നു. ആമേൻ 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ? 9 പേർ എവിടെ എന്ന് കർത്താവ് ചോദിക്കുവാനിടയായി തീർന്നു. ഒരു ശമരിയക്കാരൻ മാത്രം, ഒരു അന്യജാതിക്കാരൻ മാത്രം ആമേൻ ഹല്ലേലൂയ ദൈവത്തെ ഹല്ലേലൂയ യഥാർത്ഥത്തിൽ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ കഴിയാത്ത ഒരുവൻ മാത്രം, സത്യ ദൈവത്തെ വീണ്ടും വണ്ണം തിരിച്ചറിയാത്ത ഒരുവൻ മാത്രം മടങ്ങി വരുന്ന ഒരു അനുഭവം. ഈ നാളുകളിൽ ദൈവത്തെ അറിഞ്ഞവർ ദൈവത്തെ പുറംപറമ്പിൽ എറിഞ്ഞു കളഞ്ഞിട്ട് ആമേൻ സ്വാർത്ഥകാര്യാദികൾക്ക് വേണ്ടി മാത്രം ഇറങ്ങി തിരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ഹല്ലേലൂയ വചനം പറയാണ്, 10 ഒരുവൻ മാത്രം മടങ്ങി വന്നു നന്ദി പറയുവാനിടയായി. Pray to Jesus. Ora baba shudabala rikabacharaba orolo sharagamana gachasi shudamarabarabacharaba. ഇന്ന് പകൽക്കാലം ഓർക്കണമേ ദൈവത്തിന്റെ പൈതലേ, ദൈവം ഒരു ഉപകാരം ചെയ്താൽ ആമേൻ ഹല്ലേലൂയ അതിന് നാം നന്ദിയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി ദൈവം ആമേൻ വഴിവിട്ട് നമ്മുടെ വഴികളെ തിരഞ്ഞെടുത്ത നാം നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി ഓടുമ്പോൾ ഓർത്തുകൊള്ളണമേ, എന്നെ നിർത്തിയൊരു ദൈവമുണ്ട്, എന്നെ വിളിച്ചൊരു ദൈവമുണ്ട്, എന്നെ കരകയറ്റിയൊരു ദൈവമുണ്ട്. ഞാൻ വൻ ചേറ്റിലായിരുന്നു, ഞാൻ പാപത്തിന്റെ അടിത്തട്ടിലായിരുന്നു. സങ്കീർത്തനക്കാരനാകുന്ന ദാവീദ് 51-ാം സങ്കീർത്തനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് പോലെ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ കർത്താവേ ഹല്ലേലൂയ എന്നോട് കൃപയുണ്ടാകണമേ, ഞാൻ ഹിമത്തേക്കാൾ ശുദ്ധനായി തീരേണ്ടതിന് അപരിശുദ്ധാത്മാവാകുന്ന സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് ദാവീദ് പറയുക. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ പാപത്തിന്റെ വഴികളെ ആമേൻ ഹല്ലേലൂയ പാൽ പോലെ വലിച്ചു കുടിച്ചുകൊണ്ട് ആമേൻ ഹല്ലേലൂയ സ്വന്തം വഴികളെ തിരഞ്ഞെടുത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ മടങ്ങി വരുവാൻ മനസ്സുണ്ടോ? ഈ ശമരിയക്കാരൻ മടങ്ങി വന്നു യേശുവിന് വേണ്ടി. ഓ ഹല്ലേലൂയ അവന്റെ കാൽക്കൽ വീഴുന്നു. ആമേൻ അവന്റെ കുറവേറ്റ് പറഞ്ഞു. ആമേൻ ഹല്ലേലൂയ കർത്താവിൽ നിന്നൊരു മോചനം പ്രാപിക്കുവാനിടയായി. ഇന്ന് പകൽ നമുക്കതിന് കഴിയുമോ? ആമേൻ ഹല്ലേലൂയ. ഇല്ല എങ്കിൽ നാം ഒരു ദൈവ പൈതലല്ല, നാം ദൈവത്തിന്റെ മക്കളല്ല, നാം ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരല്ല. നാം ദൈവത്തിന്റെ മക്കളെന്ന് നാം അഭിമാനിക്കുന്നുവെങ്കിൽ ആമേൻ നാം ചെയ്യേണ്ടുന്ന ചില കാര്യാദികളുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് കൊടുക്കുവാനുള്ള നന്ദി മഹത്വം അത് കർത്താവിന് തന്നെ നാം കൊടുക്കണം. പ്രൈസ് ഗോഡ്. ഇവിടെ വചനം പറയുന്നു, ഈ ശമരിയക്കാരൻ അല്ലാതെ വണ്ണം ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞിട്ട് അവനോട് എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നുവെന്ന് പറയുവാനിടയായി. പ്രിയ ദൈവത്തിന്റെ പൈതലേ, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം ആമേൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആ ഭാവനയാകുന്ന സ്ത്രീയോട് പറഞ്ഞു, ആരും നിന്നെ കല്ലെറിഞ്ഞില്ലയോ? ആമേൻ ഞാനും നിന്നെ ശിക്ഷയ്ക്ക് വിധിക്കുന്നില്ല, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, മേലാൽ പാപം ചെയ്യരുതെന്ന് പറയുവാനിടയായി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ.
താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നാം മറ്റുള്ളവരെ വിധിക്കുവാനല്ല, വിധി എഴുതുവാനല്ല. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുക, ആമേൻ, പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പ്രതികാരം ചെയ്യും. ഹല്ലേലൂയ. ആയതുകൊണ്ട് ഹല്ലേലൂയ, നാം മറ്റുള്ളവരെ വിധിച്ച് അവരുടെ കുറവ് മാത്രം എടുത്ത് ഉയർത്തി നാം ദിനം പ്രതി ആമേൻ പിന്നിലേക്ക് താണു പോകുന്ന ഒരു അനുഭവം അതല്ല ദൈവത്തിന്റെ പൈതലേ. ഇന്ന് പകൽക്കാലം ദൈവം ആഗ്രഹിക്കുന്നത് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, നമ്മുടെ ഓരോരുത്തരുടെയും മടങ്ങി വരവാണ്. ആമേൻ. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കാണാതെ പോയ ആടുകളെ രക്ഷിപ്പാൻ തക്കവണ്ണം ഇസ്രായേൽ ഗൃഹത്തിലേക്ക് എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുന്നത് പോലെ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ആ കാണാതെ പോയ ആടുകളെ രക്ഷിപ്പാൻ തക്കവണ്ണം പുത്രനാകുന്ന ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചത് പാപത്തിന്റെ ചേറ്റിൽ കിടക്കുന്ന നമ്മെ ഓരോരുത്തരെയും കോരിയെടുത്ത് തന്റെ പ്രിയ മക്കളാക്കി ആമേൻ ഹല്ലേലൂയ അങ്ങേ ആരാധിപ്പാൻ തക്കവണ്ണം ആക്കി വെച്ചിരിക്കുമ്പോൾ ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, നാം വീണ്ടും നമ്മുടെ സ്വാർത്ഥ കാര്യാദികൾക്ക് വേണ്ടി, നമ്മുടെ ജഡമോഹങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സ്വന്തം ഇച്ഛകൾക്ക് വേണ്ടി നാം വഴിതെറ്റി പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. ഇന്ന് പകൽക്കാലം ഓർത്തുകൊള്ളണമേ. ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഉയരങ്ങൾ എഴുതപ്പെട്ട പേർ മണ്ണിൽ എഴുതാതിരിക്കത്തക്കവണ്ണം ദൈവത്തോട് ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ഹല്ലേലൂയ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു പകലത്രേ ഈ പകൽക്കാലം. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഹല്ലേലൂയ എന്ത് ചെയ്തെന്നറിയാമോ? ഈ സ്ത്രീയെ പിടിച്ചുകൊണ്ട് വന്ന് കർത്താവിന്റെ മുന്നിൽ നിർത്തിയിട്ട് അവർ ഇങ്ങനെ പറയുകയാണ്, മോശയുടെ ന്യായ പ്രമാണം ഞങ്ങളെ പഠിപ്പിക്കുകയാണ്, ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് മോശയുടെ ന്യായ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നുവെന്ന് വചനം പഠിപ്പിക്കുക. ഹല്ലേലൂയ. ചെറുത് മുതൽ വലുത് വരെ ഓരോരുത്തരും എടുത്ത കല്ല് ആമേൻ ഹല്ലേലൂയ നിലത്തിട്ടിട്ട് പോകുവാനിടയായി. കാരണം കർത്താവ് പറഞ്ഞൊരു പദമുണ്ട്, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവിടെ ആദ്യം കല്ലെറിയുവാൻ. ആർക്കും ഹല്ലേലൂയ കല്ലെറിയുവാൻ സാധ്യമായില്ല. ആമേൻ. ഓരോരുത്തരുടെ പാപം കർത്താവാകുന്ന യേശു നിലത്ത് ഹല്ലേലൂയ വിരൽ കൊണ്ട് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ അവർക്ക് മനസ്സിലായി നാം ഇതിന് യോഗ്യതയുള്ളവരല്ല എന്ന്. ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ആമേൻ. താങ്ക് യു ലോർഡ്. ഇന്ന് പകൽ വേളയിൽ ഹല്ലേലൂയ നമ്മുടെ കുറവുകളെ ആദ്യം കാണുക, നമ്മുടെ പാപങ്ങളെ ആദ്യം കാണുക, നമ്മുടെ വഴികളെ ആദ്യം കാണുക. ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. വചനം ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, ആദ്യം സ്വന്തം കണ്ണിലെ കരടിനെ എടുക്കുക, എന്നിട്ട് അടുത്തവന്റെ കണ്ണിലെ കരടെടുക്കുവാൻ അപ്പോൾ വെടിപ്പായി കാണുമെന്ന്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അത് സത്യമാകുന്ന ഒരു ഹല്ലേലൂയ പദമല്ലയോ ദൈവത്തിന്റെ പൈതലേ? ഹല്ലേലൂയ. ഈ നാളുകളിൽ ഹല്ലേലൂയ നാം വെടിപ്പുള്ളവരായി ശുദ്ധിയുള്ളവരായി തീരുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ആയതുകൊണ്ട് ഹല്ലേലൂയ നമ്മുടെ വഴികൾ അത് യഹോവയ്ക്ക് പ്രസാദമുള്ളതായി തീരണം. ആമേൻ. നമ്മുടെ ചിന്തനങ്ങൾ, നിലവുകൾ, വിചാരങ്ങളെല്ലാം ദൈവത്തിന് പ്രസാദമുള്ള ആമേൻ ഹല്ലേലൂയ യാഗങ്ങളായി തീരുവാൻ തക്കവണ്ണം ഈ പകൽക്കാലം ഹല്ലേലൂയ നമ്മെ ഒന്ന് കർത്തൃകരങ്ങളിൽ ഒന്നുകൂടെ ഏൽപ്പിച്ചു കൊടുക്കാമോ? പ്രൈസ് ജീസസ്. ഹല്ലേലൂയ. ആ 18-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഇങ്ങനെ പറയുകയാണ്, ആമേൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. രണ്ട് മനുഷ്യർ പ്രാർത്ഥിക്കുവാൻ ദേവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചു പറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെ പദാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ചുങ്കക്കാരനോ ദൂരത്തു നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല, തന്നെത്താൻ ഉയർത്തുന്നവനല്ല, താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനല്ല, ഉയർത്തപ്പെടുമെന്ന് വചനം പഠിപ്പിക്കുക. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. തന്നെത്താൻ നമുക്കൊരു ഉയർച്ച വേണ്ട, ക്രിസ്തുവിൽ നിന്നുള്ളൊരു ഉയർച്ച ഇന്ന് പകൽക്കാലം നാം പ്രാപിക്കണം. അതേ ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിൽ നിന്നുള്ളൊരു ഉയർച്ച, ഒരു വളർച്ച, ഒരു പുരോഗതി ദൈവം തരുവാൻ ആഗ്രഹിക്കുന്നു. അത് എത്ര പേർ ഈ പകൽക്കാലം പ്രാപിച്ചെടുക്കുക? അവർ ദൈവത്തെ മഹത്വീകരിച്ചാട്ട്, അവർ ദൈവത്തെ സ്തുതിച്ചാട്ട്, അവർ ദൈവത്തെ സ്തോത്രം ചെയ്താട്ട്, അവർ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചാട്ട് ദൈവം നമ്മുടെ മേൽ ആ പ്രസാദം ഇന്ന് പകൽക്കാലം പകരം
യേശുവേ നന്ദി, രാജാവേ നന്ദി, പരിശുദ്ധനേ നന്ദി. ഈ പകൽക്കാലം ഹല്ലേലൂയ, ദൈവം നടത്തിയ വിധങ്ങളെ, ദൈവം വിളിച്ച വിധങ്ങളെ, ദൈവം പരിപാലിച്ച വിധങ്ങളെ, ഓ ഹല്ലേലൂയ. എത്ര പേരോർക്കും എത്ര പേർ നന്ദിയോടെ ആ ദൈവനാമത്തിന് മഹത്വം കരകയറ്റും.